ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ബിജെപി മഹിളാ ഐക്യദാർഢ്യ മാർച്ച് സംഘടിപ്പിച്ചു. പാലക്കാട് മാർച്ച് ബിജെപി സംസ്ഥാന പ്രഭാരിയും ലോക്സഭാ എംപിയുമായ അപരാജിത സാരംഗി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിൽ കേരളത്തിലെ സ്ത്രീകൾക്കായി സുരേഷ് ഗോപി മാത്രമാണ് ശബ്ദിക്കാറുള്ളതെന്ന് അപരാജിത പറഞ്ഞു. പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഹിളാ ഐക്യദാർഢ്യ റാലിയാണ്. പാലക്കാട് ബിജെപി ജില്ലാ കാര്യാലയത്തിൽ നിന്നും 5 വിളക്കിലേക്കാണ് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ മാർച്ച് നടത്തിയത്. ബിജെപി സംസ്ഥാന പ്രഭാരിയും ലോക്സഭാ എംപിയുമായ അപരാജിത സാരംഗി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിൽ കേരളത്തിലെ സ്ത്രീകൾക്കായി സുരേഷ് ഗോപി മാത്രമാണ് സംസാരിക്കാറുള്ളതെന്ന് അപരാജിത പറഞ്ഞു. കേരള ബിജെപിയും കേന്ദ്രത്തിലെ ബിജെപിയും ആശാ വർക്കർമാർക്കൊപ്പമാണെന്നും അപരാജിത പറഞ്ഞു. In the Lok Sabha, when I sit, I must tell you, there is nobody to talk about the issues of Kerala, the women, the men, and all the problems that all of you are facing, except Suresh Gopi ji, who is a minister, who cannot stand up and speak in the Lok Sabha. Since he is a minister, there is nobody to talk for Kerala because there are no MPs in the Lok Sabha from the BJP in Kerala. In 2024 general elections, we decided that we would throw out the earlier government in Odisha, the Biju Janata Dal government, and we brought Narendra Modi ji's government in Odisha, and now there is a double engine government in Odisha and Delhi. മലപ്പുറത്ത് ബിജെപി വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആശാ വർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച മാർച്ച് നടന്നത്. താഴെപ്പാലത്ത് നിന്നും ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. ബിജെപി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ പഴയ നടക്കാവ് ഓഫീസിന് മുന്നിൽ നിന്നും കോർപ്പറേഷനിലേക്കാണ് മാർച്ച് നടത്തിയത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാരുടെ സമരത്തെ ചോരയിൽ മുക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്നും എൻ രാധാകൃഷ്ണൻ ആരോപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം, പാലക്കാട്.